നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനും എൻ്റെ സുഹൃത്തും തമിഴ്നാട്ടിലെ വെല്ലൂരിനടുത്ത് ശ്രീപുരത്ത് സ്ഥിതി ചെയ്യുന്ന 1500 കിലോ സ്വർണം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെ കണ്ട ചില കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ഉതിർന്ന ചില കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പാലക്കാട് നിന്ന് 460 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക്. ബൈക്കിൽ പോകാം, ട്രെയിനിൽ പോകാം, ബസ്സിലൊക്കെ പോകാം. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം. ഞങ്ങൾ അവിടെ എത്തി. രാവിലെ 5 മണിക്ക് തന്നെ അവിടെ ക്ഷേത്രം തുറക്കും. അത് അവരുടെ ആരാധനക്രമപ്രകാരം അവിടേക്ക് പോകാം. പക്ഷേ അത് ആത്മീയത അവരുടെ പൂജാരിമാരും അതിനോട് ബന്ധപ്പെട്ട ട്രസ്റ്റ് അധികാരികളും നടത്തുന്ന ആരാധനക്രമമാണ്. 8 മണിക്കാണ് പൊതു ഭക്തർക്ക് ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്താനും തൊഴുകാനുമുള്ള സാവകാശം അവർ ഒരുക്കിയിട്ടുള്ളത്. സൗജന്യമായി നടത്തുന്ന, അതിനുള്ളിൽ ദർശനം നടത്താവുന്ന രീതിയിലുള്ള സമയക്രമത്തെ അധികരിച്ച് ഞാനും എൻ്റെ സുഹൃത്തും 1 മണിക്ക് അവിടെ പോവുകയും അതിനുള്ളിൽ കയറുകയും ചെയ്തു. ഉള്ളിലേക്ക് കയറി ഒരു വലിയ ഹാള്, അവിടെ സീറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു സ്നാക്സും അതുപോലെ തന്നെ ചില ചായയൊക്കെ കിട്ടുന്ന ചെറിയൊരു മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു സംഭവം കണ്ടു. വെള്ളമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറ്റി. ആ ഹാള് നിറഞ്ഞ് ഭക്തർ അവിടെ നിറഞ്ഞപ്പോൾ ആ വാതിലടച്ചു. ഞങ്ങൾക്ക് പുറത്ത് കിടക്കാനോ ഒന്നും സൗകര്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾ അവിടെ ബന്ധവസ്ഥരാക്കി. അത് അവരുടെ ഭരണ സൗകര്യമായിരിക്കാം, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ 100, 150, 300 ഒക്കെ കൊടുത്ത് അതിനുള്ളിലേക്ക് കടക്കുന്നവർ നേരെ പോവുകയാണ്. അതും കണ്ട് സന്തോഷിച്ചു. 1 മണി മുതൽ 3 മണി വരെയാണ് അന്നദാനം എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് യാതൊന്നും കഴിക്കുകയും ചെയ്തില്ല. അങ്ങനെ 2:20 ആയപ്പോൾ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ക്ഷേത്രത്തിന്റെ വരിയിലൂടെ നടന്നു നീങ്ങി. എൻ്റെ സുഹൃത്തിന് അല്പം അസുഖമുണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ടാണ് പോയത്. പ്രധാന ഗോപുരത്തിന്റെ അടുത്തെത്തിയപ്പോഴേക്കും ഏകദേശം 3:30 അവിടെ കണ്ടു. നല്ല പറഞ്ഞ പോലെ തന്നെ മുഴുവൻ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ പലകകളും അതിനോട് ബന്ധപ്പെട്ട ഒക്കെ ആയിട്ടാണ് അവിടെ അത് നിർമ്മിച്ചിട്ടുള്ളത്. എൻ്റെ സുഹൃത്ത് സ്വർണ്ണപ്പണി എടുക്കുന്ന ആളായതുകൊണ്ട് അത് യഥാർത്ഥത്തിലുള്ളത് തന്നെ ആയിരിക്കാം എന്നുള്ളത് അവൻ എന്നോട് അഭിപ്രായപ്പെട്ടു. അധികമൊന്നും തിരക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ആ ബിംബത്തിന്റെ മുന്നിലെത്തി. പ്രധാന കവാടത്തിലെത്തി. മുന്നിലേക്ക് നോക്കി ഞാനൊന്ന് കൈകൂപ്പി. ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ 2-3 തട്ടുകളിലായി ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആരാധന നടത്തുന്നുണ്ട് ബിംബത്തിലേക്ക്. അതിനോട് ബന്ധപ്പെട്ട് അത്ര അടുത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൈസ അടച്ചുള്ള 5000, അതായത് ആ ഇതിനോട് ബന്ധപ്പെട്ട ആരാധന നടത്തുന്ന ഒരവസ്ഥ. നോക്കൂ, 70 കിലോ തൂക്കം വരുന്ന സ്വർണത്തിന്റെ ബിംബമുണ്ട്. അതിൽ ആരാധന നടത്താൻ നല്ലോണം പൈസ കൊടുക്കുക എന്നുള്ളതും അത് വാങ്ങിയിട്ട് ആരാധന നടത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഞങ്ങൾ നടന്ന വരിയിലൂടെ സൈഡിൽ പല സ്ഥലത്തും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ തൃപ്തിയിലായി. ഞങ്ങൾ ആരാധന നടത്തി തൊഴുത് പതുക്കെ പണം പുറത്തേക്ക് കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കടകൾ സുലഭമായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പുറത്ത് കടന്നു.
നോക്കൂ, അതിനുള്ളിലെ വീഡിയോകൾ എടുക്കാൻ സാധിക്കില്ല, അതിനുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കില്ല. ഇതൊക്കെ ആ ക്ഷേത്രത്തിന്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുറം വശത്തുള്ള ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളിലെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൊണ്ട് ആ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ അതിനുള്ളിൽ കാണുന്ന ചില ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഗൂഗിൾ ആശാന്റെ സഹായത്താൽ എടുത്തതാണ്. പ്രിയരെ, ഇത് കടന്ന് പുറത്തു വന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉദിച്ചത്. ഹൈന്ദവ ആരാധന ആലയങ്ങൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ആത്മീയ കേന്ദ്രമാണ് എന്ന് നമ്മൾ ഈ ക്ഷേത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ എൻ്റെ പോലെയുള്ള വ്യക്തിത്വങ്ങൾക്ക് അവിടെ ആത്മീയത ഉണ്ടോ എന്ന് പോലും സംശയത്തിന്റെ നേരിലാണ്. പ്രിയരെ, ഈ ക്ഷേത്രം 2007 ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതിഷ്ഠാപനം അതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഭാരതത്തിന്റെ പല പ്രമുഖരും ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെക്കാത്ത തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ എന്താണ് അനുഭവം ഉണ്ടായത് എന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. പക്ഷേ എൻ്റെ ചിന്ത ഇപ്പോഴും പറയുന്നു, ക്ഷേത്രങ്ങൾ, ആരാധനാരീതികൾ ഒക്കെ വാണിജ്യവൽക്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ മഹത്വം ഇല്ലാതാകുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ ഇവിടെയുള്ള ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന പുരോഹിതന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതിൻ്റെ കാലഘട്ടം അനിവാര്യമാണ്. ഇല്ല എങ്കിൽ ഹൈന്ദവ ധർമ്മം, ഹൈന്ദവ ആരാധനാ ചിന്താധാരകളൊക്കെ തന്നെ വാണിജ്യവൽക്കരിക്കപ്പെടുന്നു എന്ന ഒരു പൊതുധാരണ ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സത്യം പദ ധർമ്മം ചര എന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ വീഡിയോ കൊണ്ടെത്തിക്കുന്നു വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.